ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് റേഡിയോ ബാങ്കുവിൽ ഇവിടെ തുടങ്ങാണ് സ്പോട്ട്ലൈറ്റ്. നമസ്കാരമുണ്ട്, ശാലിനിയാണ്. ഞാൻ ആലോചിക്കായിരുന്നേ, തിയേറ്ററിൽ കുടുംബ പ്രേക്ഷകർ കയറണമെങ്കിൽ അതൊരു സത്യനന്ദിക്കാട് ചിത്രമായിരിക്കണം എന്ന് മലയാളി പ്രേക്ഷകർ പറയാതെ പറയും. റേഡിയോ പിന്നെ പറഞ്ഞറിയിക്കാനുള്ള ഒരു മീഡിയ ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പറയാം, കുടുംബ ശ്രോതാക്കൾ സ്പോട്ട്ലൈറ്റ് കേൾക്കണമെങ്കിൽ ഗസ്റ്റായിട്ട് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ പേരും സത്യനന്ദിക്കാട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ കേൾക്കൂല. നമസ്കാരം സർ. നമസ്കാരം. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. താങ്ക് യു. ഇതിപ്പോ എവിടുന്നാ വരണേ? ഞാനിപ്പോ അന്തിക്കാടെന്ന്. എന്റെ സ്ഥിരതാമസം അന്തിക്കാടാണല്ലോ, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു 16 കിലോമീറ്റർ ദൂരെയുള്ള നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറം ആണ് അന്തിക്കാട്. അല്ല ചോദിക്കട്ടെ, ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ അന്തിക്കാടാണോ ഇരിക്കുക? സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും സിനിമ ഇറങ്ങുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് തൊട്ട് അന്തിക്കാടാണ്. അത് ഇപ്പൊ തുടങ്ങിയ ശീലമല്ല. എന്റെ ഏത് സിനിമകളായാലും അത് ഹിറ്റായാലും ഫെയിലർ ആയാലും റിലീസ് സമയത്ത് എന്റെ ഏറ്റവും കൂടുതൽ ടെൻഷൻ കുറയുന്നത് എന്റെ വീട്ടിലിരിക്കുമ്പോഴാണ്, എന്റെ നാട്ടിലിരിക്കുമ്പോഴാണ്. സാധാരണ പലരും അങ്ങനെയല്ല, അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പലരും നഗരങ്ങളിലെ തിയേറ്ററിനടുത്ത് ഹോട്ടലൊക്കെ റൂമൊക്കെ ബുക്ക് ചെയ്ത് കൂട്ടുകാരൊക്കെ കൂടി അവിടെ ഇരുന്ന് ഒന്നിച്ച് സിനിമ കാണാൻ പോകും. ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് തന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ട് ശേഷമാണ്. ടെൻഷനാണ്, ശരിക്കും ടെൻഷനാണ്. എത്ര കഴിഞ്ഞിട്ടും ആ ടെൻഷൻ മാറിയിട്ടില്ല. ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട്. 34 കൊല്ലം കഴിഞ്ഞു ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് എന്റെ 55ാമത്തെ സിനിമയാണ് ജോമോന്റെ സുവിശേഷം. തീർച്ചയായിട്ടും. റിലീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആളുകളുടെ അഭിപ്രായങ്ങളും കളക്ഷനും ഒക്കെ കിട്ടിയറിഞ്ഞപ്പോ ഇപ്പൊ സന്തോഷമായി. അതുകൊണ്ടാണല്ലോ പുറത്തേക്ക് ഇറങ്ങിയത്. അതെ, അല്ലെങ്കിൽ ശാലിനി വിളിക്കുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവിടെ തന്നെ അന്തിക്കടന് കൂടിയാണ്. ഇപ്പൊ 2017 ആദ്യത്തെ സൂപ്പർ ഹിറ്റ് അല്ലേ ഇറങ്ങിയല്ലേ? സത്യം അതാണ്. ശരിക്കും പറഞ്ഞാൽ 2016 സിനിമ ആവേണ്ടതായിരുന്നു. ഡിസംബർ 16 റിലീസ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ആ ഒരു മാസത്തെ സമരം കാരണമാണ് ജോമോന് വേണ്ടി ഇത്രയും കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് സാമ്പത്തികമായിട്ട് അതിന് ഗുണം ചെയ്തു എന്ന് തോന്നുന്നു. കാരണം 16 കാണാൻ വിചാരിച്ചു, ക്രിസ്മസ് അവധിക്കാലം കടന്നുപോയി, വീണ്ടും ആളുകൾ കാത്തിരുന്നു എന്നുള്ളതിന്റെ ഒരു ഗുണമാണ് എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ട് കിട്ടിയ അതിന്റെ ഇനീഷ്യൽ പുള്ള് എന്ന് പറയുന്നത്. പ്രേക്ഷകരാണ്, അങ്ങനെ എങ്ങനെയും തോപ്പിക്കാൻ പറ്റൂലെന്ന് മനസ്സിലായി. അതാണ്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ആ സിനിമയിൽ തന്നെ ജോമോന്റെ സുവിശേഷങ്ങൾ ഞാൻ കണ്ടാട്ടോ. അപ്പൊ അതില് മുകേഷ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ജോമോന്റെ അടുത്ത്, നമ്മൾ ഇതിനു മുന്നേ പള്ളി പോയത് കഴിഞ്ഞ ക്രിസ്മസിനാ, ഇപ്പതേ പുതിയ ക്രിസ്മസ് ആയി, അത് ക്രിസ്മസ് റിലീസ് തന്നെ നോക്കിയിട്ട് തന്നെ ആയിരുന്നല്ലോ അങ്ങനെ ഡയലോഗ്. അത് നോക്കി വെച്ചായിരുന്നേ, ഞാൻ ആ ഷൂട്ടിംഗ് സമയത്ത് ആഡ് ചെയ്ത ഡയലോഗ് അത്. കാരണം ക്രിസ്മസിനാണല്ലോ റിലീസ് വരുന്നത്. അപ്പോ ദൈവത്തിനെ ചിരിപ്പിക്കണമെങ്കിൽ നമ്മുടെ പ്ലാനുകൾ പറഞ്ഞാൽ മതി എന്ന് പറയാം. ഞാൻ ഇത്രാം തീയതി അവിടെ ചെല്ലും, എന്താ ഉറപ്പ് അന്ന് അവിടെ ചെല്ലുന്നുള്ളത്, ഇന്ന ദിവസം ഞാൻ സിനിമ റിലീസ് ചെയ്യും, ഒരു ഉറപ്പില്ല എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ക്രിസ്മസിന് സിനിമ ഇറങ്ങുന്നു എന്ന് ഷൂട്ടിംഗ് സമയത്ത് പ്ലാൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡയലോഗ് വെച്ചത്. പക്ഷെ പണി കിട്ടിപ്പോയി. ഇതുവരെ പറഞ്ഞില്ല, ആദ്യമായിട്ട് പറയുന്നത് ശാലിനിയാണ്. ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്. സത്യനന്ദിക്കാട് ചിത്രത്തിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാലം വരെ ജോൺസൺ മാഷായിരുന്നു. അതിനുശേഷം ഇളയരാജ കടന്നു വന്നു, വീണ്ടും ജോൺസൺ മാഷിലേക്ക് പോയി, വീണ്ടും ഇളയരാജ വന്നു, അതിന്റെ ഇടയ്ക്ക് വിദ്യാസാഗർ കയറി വന്നു. ഇതെന്താ ഇങ്ങനെ മാറി മറിഞ്ഞു പോണേ? ഒന്ന് ടാലന്റ് ഉള്ള ആളുകളെ ഒരു സിനിമയിൽ വന്നാൽ ഞാൻ പലപ്പോഴും വിടാറില്ല. അത് ആർട്ടിസ്റ്റ് ആയാലും ടെക്നീഷ്യൻ ആയാലും അങ്ങനെ തന്നെയാണ്. ജോൺസന്റെ സംഗീതം എന്റെ അക്കാലത്തെ സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ അണങ്ങിയത്. ഇപ്പൊ മഴവിൽക്കാവടി, തലയണ മന്ത്രം, പൊന്മുട്ട താറാവന, അത്തരം പടങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ യോജിച്ച സംഗീത സംവിധായകനായിരുന്നു ജോൺസൺ. കുറെ ചെന്ന് കഴിഞ്ഞ ശേഷം ഒരു മാറ്റം വേണമെന്ന് തോന്നിയപ്പോൾ ജോൺസണോട് പറഞ്ഞിട്ടാണ് ഇളയരാജയിലേക്ക് മാറിയത്. ഇളയരാജ ഒരു 10-12 സിനിമകൾ ഇളയരാജ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ വെറുതെ പറയും എന്നൊന്ന് മാറിക്കൂടെ. അപ്പം ഇന്ത്യൻ പ്രണയതയുടെ സമയത്താണെന്ന് തോന്നുന്നു, ആ സമയത്താണ് ഇളയരാജയിൽ നിന്നൊന്ന് മാറിയിട്ട് വിദ്യാസാഗറിലേക്ക് വരാമെന്ന് ആലോചിച്ചു. അപ്പോൾ വിദ്യാസാഗർ വന്നപ്പോൾ വിദ്യാസാഗറും വളരെ നമുക്ക് ഒരു സംവിധായകന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗീത സംവിധായകനാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ സഹകരിപ്പിക്കാൻ തോന്നുക. അത് നിങ്ങൾ ഈ കേൾക്കുന്ന പാട്ടുകളുടെ മ്യൂസിക് മാത്രമല്ല, പശ്ചാത്തല സംഗീതം കൂടി ഞാൻ കണക്കിലെടുക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പശ്ചാത്തല സംഗീതം ചെയ്യുന്ന ആളായിരുന്നു ജോൺസൺ. അതിനുശേഷം ഇപ്പോൾ മനസ്സിനക്കരെ എന്നുള്ള സിനിമയുടെ ഒക്കെ വലിയ വിജയം, ഇളയരാജ എന്ന് പറയുന്ന മ്യൂസിഷ്യന്റെ ഒരു വലിയ സംഭാവനയുണ്ട്. അതിന് പല സീൻസും എലിവേറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സംഗീതം കൊണ്ടാണ്. അതേപോലെ തന്നെ ധാരാളം കഴിവുള്ള ഒരാളാണ് വിദ്യാസാഗർ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടാലന്റ് ഉള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഈ ജന്മം പോരാ. ആകെ കൂടി ഒരു സത്യനന്ദിക്കാടും ഉണ്ട് അല്ലേ? ഇത്രയും ടാലന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണം. ഈ പടത്തിൽ തന്നെ സൂപ്പർ ഹിറ്റ് ആയ ഒരുപാട് പാട്ടുകൾ ഉണ്ടല്ലോ, അതിൽ പേഴ്സണൽ ഫേവറേറ്റ് ഏതാ? ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഞാനാണല്ലോ ആ പാട്ടുകൾ മ്യൂസിക് സെലക്ട് ചെയ്തതും ഇന്ന ട്യൂൺ മതിയെന്നും ഇന്ന ലിറിക്സ് മതിയെന്നും തീരുമാനിച്ച എന്നൊരു അവസാനമാക്കുന്നു വേണമെങ്കിൽ പറയാവുന്നത്. ഞാൻ പറയുന്നതനുസരിച്ചിട്ടാണ് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ നിലയിൽ 3 പാട്ടുകളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ്. ഇപ്പം പൂങ്കാറ്റ് എന്നുള്ള പാട്ടായാലും, നീലാകാശം എന്നുള്ള പാട്ടായാലും, നോക്കി എന്നുള്ള പാട്ടായാലും. പക്ഷെ ഇപ്പൊ പ്രിയപ്പെട്ടത് എനിക്ക് തോന്നുന്നു നോക്കി എന്നുള്ള പാട്ടാണ്. അതിന് കാരണമുണ്ട്. ആ പാട്ടിന് പകരം വേറൊരു പാട്ടാണ് റെക്കോർഡ് ചെയ്തത്. വേറൊരു പാട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടു. ആ പാട്ട് കേട്ട് കഴിഞ്ഞു. ആ പാട്ട് നല്ല പാട്ടാണ്. പക്ഷെ അത് പിക്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ എന്റെ മനസ്സിലേക്ക് അതിന്റെ വിഷ്വൽസ് വരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ഈ സിനിമയ്ക്ക് സൂട്ടബിൾ ആകുന്നില്ല എന്നൊരു തോന്നൽ. പക്ഷെ വേറൊരു സിനിമയ്ക്ക് ചിലപ്പോൾ വളരെ നന്നായി യോജിക്കുമായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ വിദ്യാസാഗറിനോട് ഈ പാട്ട് മാറ്റുകയാണെന്ന് പറഞ്ഞില്ല. കാരണം അത് അദ്ദേഹത്തിന് വിഷമമില്ല. ഞാൻ ഇരുന്ന് ഒക്കെ ചെയ്ത് ഇത് മതിയെന്ന് തീരുമാനിച്ച് പോകുന്നതാണല്ലോ. ഞാൻ റഫീഖ് അഹമ്മദിന്റെ അടുത്ത് പറഞ്ഞു, ഒരു സോങ് വെറുതെ
വെറുതെ എഴുത്. ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ പ്രണയം വിരിയുന്നതിനെ പറ്റിയിട്ടാണ് സോങ്. ആ ആശയം മനസ്സിൽ വെച്ചിട്ട് ഫോക്ക് ലൈൻസ് മതി, നാടൻ വരികൾ മതി. അതിനൊരു വെസ്റ്റേൺ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ, ബാക്ക്ഡ്രോപ്പ് കൊടുത്താൽ ചിലപ്പോൾ ഒരു ഡിഫറെന്റ് പാട്ട് ഉണ്ടായിരിക്കും. അതിനുശേഷം അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ പാട്ട് എഴുതിപ്പിച്ച് ട്യൂൺ ചെയ്തതാണ്. ഇപ്പോൾ വിദ്യാസാഗറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒരു സോങ് കൂടിയും ആഡ് ചെയ്തേക്കും എന്ന് നുണ പറഞ്ഞു. പേര് സത്യൻ എന്നാണെങ്കിലും അപ്പോൾ അദ്ദേഹം അത് തെറ്റിദ്ധരിച്ചു. അദ്ദേഹം ശരിക്കും ഞാൻ വേറൊരു പാട്ടും കൂടി ചേർത്തതാണെന്ന് വിചാരിച്ചിട്ട് അതിനെ വളരെ മനോഹരമായി ട്യൂൺ ചെയ്തു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ ഞാനടക്കം പല സംവിധായകരും ട്യൂൺ ഇട്ടിട്ടാണ് പാട്ട് എഴുതിപ്പിക്കുന്നത്. അത് പലപ്പോഴും നല്ലതാവാറുണ്ട്. ഇളയരാജയുടെയൊക്കെ പല പാട്ടുകളും അങ്ങനെ വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ അവർക്ക് ട്യൂൺ ഇട്ട് എഴുതിയ പാട്ടുകളാണ്. ഞാൻ തന്നെ പണ്ട് പാട്ട് എഴുതുന്ന കാലത്ത് ട്യൂൺ ഇട്ടിട്ട് ഓ മൃദുലേ എന്നുള്ള പാട്ടൊക്കെ ട്യൂൺ ചെയ്ത് എഴുതിയാണ്. പക്ഷെ എഴുതി ട്യൂൺ ചെയ്യുമ്പോൾ അതിലൊരു കവിത അല്ലെങ്കിൽ കാവ്യ ഭംഗി കുറെ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റഫീഖ് അഹമ്മദിന്റെ അടുത്ത് പറഞ്ഞത് ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ എങ്ങനെയാണ് പ്രണയം വിരിയുന്നത് അവൻ അത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോക്കി 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 നിന്നു, കാത്ത് 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 നിന്നു, മന്ദാരപ്പൂ വിരിയുന്നത് എങ്ങനെയാണെന്ന്. അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ട്യൂൺ ചെയ്തു. അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളത് നോക്കി നോക്കി എന്നുള്ള പാട്ടാണ്. വളരെ സീനിയർ ആയിട്ടുള്ള സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. പക്ഷെ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ എടുത്താൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അസിസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം മോൻ തന്നെയാണ്, അഖില്. കൂടാതെ ക്യാമറ അസിസ്റ്റ് ചെയ്തിരിക്കുന്നത് എസ് കുമാറിന്റെ മകനായ കുഞ്ഞുണ്ണി എസ് കുമാറാണ്. നായകനായിരിക്കുന്നത് സാക്ഷാൽ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനാണ്. അങ്ങനെ യങ്ങർ ജനറേഷന്റെ ഒരു ബഞ്ച് ഓഫ് ടാലന്റിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ജോമോന്റെ സുവിശേഷങ്ങൾ. സത്യം ഏൽപ്പിച്ച ജോലിയല്ലാണ്ട് വേറെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഇവരുടെ? അല്ല, അവരെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും പുതിയ തലമുറയ്ക്ക് കാതോർക്കുകയും അവരെ അംഗീകരിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മഹേഷിന്റെ പ്രതികാരം ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. ദിലീഷ് പോത്തനെ എനിക്ക് അറിയാൻ നേരത്തെ എന്റെ സിനിമയിൽ ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. പിന്നീട് മനസ്സിലായി ഞാൻ എങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പുള്ളി വന്നത്, അല്ലാതെ അഭിനയിക്കാൻ അവസരത്തിന് വേണ്ടി നമ്മളെ പറ്റിക്കായിരുന്നു. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു. പിന്നെ അബിറിഷൈൻ്റെ 1983 ആക്ഷൻ ഹീറോ ബിജുവും എന്നെ ഇൻസ്പയർ ചെയ്ത സിനിമകളാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി എഴുതുകയും ചെയ്തു, അവരെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. അനുരാഗ കരിക്കുംവെള്ളം ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. ആരാണ് ഡയറക്ടർ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ വിളിച്ചിട്ട് സംസാരിച്ചു. അത്തരം ഒരു സൗഹൃദം സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ യൂത്വം എന്നിലേക്കും കൂടി പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അഖിൽ സത്യന്റെ അടുത്തും കുഞ്ഞുണ്ണിയുടെ അടുത്തും അതിന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ചെറുപ്പക്കാരുടെ അടുത്തും അവരുടെ നല്ല സജഷൻസ് എല്ലാം ഞാൻ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സ്വീകരിച്ച എന്തായിരുന്നു ഈ സിനിമയിൽ? പ്രധാനമായിട്ടും ഇതിന്റെ ടീച്ചർ തന്നെ അഖിലാണ് സെലക്ട് ചെയ്തത്. ആമയെന്നുള്ള സ്വീകരിച്ചത് അഖിലാണ്. നോക്കി 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 എന്നുള്ള പാട്ട്, ആ പാട്ട് കേട്ടിട്ട് അത് എങ്ങനെ പിക്ചറൈസ് ചെയ്യണമെന്നുള്ളത് എനിക്ക് ഒരു ചെറിയ ആശയക്കുഴപ്പം വന്നു. കാരണം ഒരു പ്രണയം ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. അപ്പോൾ അഖിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കൊരു കൊറിയോഗ്രാഫി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അനുപമയുടെ കഥാപാത്രം ജോമോനിലേക്ക് അടുക്കുമെന്ന് തോന്നുമ്പോൾ അവന്റെ മനസ്സ് തുള്ളാൻ തുടങ്ങി. അപ്പൊ അവന്റെ ബൈക്കിലുള്ള ഒരു റൈഡിൽ നിന്ന് അത് ആരംഭിക്കാമെന്ന് അപ്പൊ തോന്നിയതാണ്. ദുൽഖറിന്റെ എന്തായിരുന്നു സജഷൻ? എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ചെയ്യുമായിരുന്നോ? ദുൽഖർ സജഷൻ ചില സമയത്ത് ചില ഡയലോഗ്സിന്റെ ചില കാര്യങ്ങൾ ദുൽഖറിനെ ഞാൻ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്തത്. ഒരു സീനിയർ സംവിധായകൻ എന്നുള്ള ഒരു അകൽച്ച വേണ്ട എന്ന് ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചു. ദുൽഖറിന് ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഞാൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒക്കെ കുട്ടിയായിട്ട് നടന്നിരുന്ന ഒരാളാണല്ലോ ദുൽഖർ, കളിച്ച് നടന്നിരുന്ന ഒരാളാണ്. അതാണ്. അപ്പോൾ പണ്ട് ഈ മണ്ടമാർ ലണ്ടനിലും വെറുതെ ഒരു മണക്കൊക്കെ ഞാൻ വിദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്ത കാലത്ത് 80s ഒരു സിനിമ ലണ്ടനിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. മമ്മൂട്ടിയെ നായകനാക്കിയിട്ട് എടുക്കാം. മമ്മൂട്ടി ഡേറ്റ് ഒക്കെ തന്നു. അന്നും മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ തന്നെയാണ്. എന്റെ പ്രൊഡ്യൂസർ എന്റെ വിസ അയക്കാനും ടിക്കറ്റ് എടുക്കാനും ആ ഘട്ടം വന്നപ്പോൾ ഒരു ദിവസം മമ്മൂട്ടി എന്റെ അടുത്ത് പറഞ്ഞു ഈ സിനിമയിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. ഞാൻ വെച്ചാൽ എന്താണ്, അല്ല എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, 2ാമത്തെ പ്രസവത്തിന്. അപ്പൊ ഞാൻ അടുത്തുണ്ടാവണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ ഇല്ലാതാൻ പോയി. കേരളത്തിലെ ഏതെങ്കിലും സ്ഥലത്താണ് ഷൂട്ടിങ്, ഞാൻ വരാൻ റെഡിയാണ്. പക്ഷേ മറ്റേ ഇന്ത്യക്ക് പുറത്തു പോകണ്ടേ, അപ്പൊ അതിനൊന്ന് ഒഴിവാക്കി തരണം. അതൊരു ന്യായമായ കാരണമെന്ന് എനിക്കറിയാം. കാരണം ഞാനൊരു കുടുംബസ്നേഹമുള്ള ഒരാളാണ്. ഞാൻ മമ്മൂട്ടിയെ വിട്ടുകൊടുത്തു. അന്ന് ജനിച്ച കുട്ടിയാണ് ദുൽഖർ സൽമാൻ. അപ്പോൾ ആ ഒരു അകൽച്ച വരരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ആദ്യം തന്നെ ദുൽഖറിനോട് ഫ്രണ്ടായിട്ടാണ് ഞാൻ പെരുമാറാറുള്ളത്. അപ്പോൾ എൻ്റെ മകന്റെയും എൻ്റെ മക്കളുടെയും ഫ്രണ്ടാണ് ദുൽഖർ. അപ്പോൾ ഞാൻ പറയും എന്ത് കാര്യവും ചോദിക്കാനോ എന്ത് കാര്യം പറയാനോ മടിയും വിചാരിക്കരുത്. അപ്പോൾ ചിലതൊക്കെ ആദ്യം ദുൽഖർ എന്ന് വെച്ചാൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അഖിലിന്റെ അടുത്തേക്ക് വിളിക്കും. അഖിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ദുൽഖർ പറയുന്നത് നമുക്ക് ഇങ്ങനെ, ഞാൻ അങ്ങനെ പോയി ഇങ്ങനെ വന്നാലോ, അപ്പോൾ അത് കറക്റ്റാണ്, ഞാൻ ദുൽഖർ പറഞ്ഞ കറക്റ്റാണ് എന്ന് പറയും. അങ്ങനെ ആദ്യത്തെ 1-2 പ്രാവശ്യം കഴിഞ്ഞോട്ട് കൂടിയിട്ട് ഞാൻ ദുൽഖറിന്റെ പ്രായത്തിലേക്ക് ഇറങ്ങി വന്നു. അല്ലാതെ ദുൽഖർ എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വിചാരിക്കായിരുന്നു എന്തേ അങ്ങനെ പറഞ്ഞില്ല എന്ന്. തൃശ്ശൂർ ജില്ലയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ ഭാഷയും ഒരു ക്യാരക്ടർ ആവുമല്ലോ. പക്ഷെ ജോമോന്റെ സുവിശേഷങ്ങളിൽ തൃശ്ശൂർ ഭാഷ പറയുന്ന ഒരാളെ ഞാൻ കണ്ടുള്ളൂ, ശിവജി അല്ലേ? അയ്യോ, എന്നാ പിന്നെ രണ്ടാമത്തെ ആള് ഞാനാണ്. അല്ല, ഇന്നസെന്റ്. ഓ അങ്ങനെ. പിന്നെ ഒറ്റ ഭാഷ അറിയുള്ളൂ, അതൊന്നും കുഴപ്പമില്ല. മാമുക്കോയനും ഇന്നസെന്റിനും ഭാഷ മാറ്റാൻ നോക്കണ്ട. അതെ. പക്ഷെ ഇന്നസെന്റ് ഞാൻ ഭാഷ മാറ്റിയിട്ട് സംസാരിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ പൊന്മുട്ടന താറാവ് എന്നുള്ള സിനിമയിലൊക്കെ ശാലിനിയുടെ നാട്ടിലെ ഭാഷയാണ് പറഞ്ഞിട്ടുള്ളത്. പട്ടാമ്പിയും ഷൊർണൂരും ഭാഷയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വള്ളുവനാടൻ ഭാഷയിലാണ്. മാമുക്കോയനെ ഞാൻ പല രീതിയിൽ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, നടന്നില്ല. അപ്പൊ തൃശ്ശൂർ ഭാഷ, തൃശ്ശൂരിൽ വെച്ച് തൃശ്ശൂർക്കാരനായി ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന പടമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ. ഇത്രയും വർഷങ്ങൾ ചെയ്തെങ്കിലും ഞാൻ തൃശ്ശൂർ വെച്ചിട്ട് ഒരു പടം ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ച
വെച്ചത് തൃശ്ശൂർ ഭാഷ ഉപയോഗിക്കണോ എന്നുള്ളതാണ്. ഏറ്റവും നന്നായിട്ട് തൃശ്ശൂർ ഭാഷ യൂസ് ചെയ്തത് രഞ്ജിത്താണ്, പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമയിലാണ്. അതിനപ്പുറത്ത് ഒരു തൃശ്ശൂർ ഭാഷ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല. തൂവാനത്തുമ്പികളും ഇതിനേക്കാൾ വളരെ താഴെയാണ്. മോഹൻലാൽ പോലും മമ്മൂട്ടി പറഞ്ഞ തൃശ്ശൂർ ഭാഷയുടെ അടുത്തൊന്നും വന്നിട്ടില്ല. എന്റെ സുഹൃത്താണ് മോഹൻലാൽ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ സത്യമായിട്ട് പറയുന്നത്. ദുൽഖർ സൽമാൻ ആദ്യം തന്നെ കഥ കേട്ടോണ്ട് എന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ തൃശ്ശൂർ ഭാഷ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അത് മമ്മൂട്ടിയെ കടത്തി വെട്ടാൻ പറ്റുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അച്ഛൻ തന്നെ മുന്നിൽ നിന്നോട്ടെ, എന്റെ താഴെ നിന്നാൽ മതി. അപ്പൊ ഭാഷ കൊണ്ടുള്ള കളി വേണ്ട എന്ന് തീരുമാനിച്ചു. മാത്രമല്ല ചില സെന്റിമെന്റൽ സീൻസിലൊക്കെ പറയുമ്പോൾ ഇപ്പൊ എഴുതിയ ഡയലോഗ്സിന്റെ ഒരു ഭാവം മാറിപ്പോകും. തൃശ്ശൂർ വരുന്നവര് വന്നോട്ടെ, ശിവജി ഗുരുവായൂരോ അല്ലെങ്കിൽ ഇന്നസെന്റോ അങ്ങനെ ആരെങ്കിലും പറയണമെങ്കിൽ വരട്ടെ. ആരെങ്കിലും പറഞ്ഞിരുന്നോ തൃശ്ശൂർ ഭാഷ ഉപയോഗിക്കാമായിരുന്നു? സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞില്ല, ഷൂട്ടിംഗ് സമയത്ത് പലരും പറഞ്ഞിരുന്നു തൃശ്ശൂർ ഭാഷ യൂസ് ചെയ്യല്ലേ നല്ലത് എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. തൃശ്ശൂർക്കാരനായതുകൊണ്ട് അത് ഭാഷയോടുള്ള സ്നേഹക്കുറവുകൊണ്ടല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഇന്ന നാട്ടുകാരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരുവിധം അറിയാൻ പറ്റും തൃശ്ശൂരാണെന്ന്. ചെറിയൊരു നീട്ടലും കുറുക്കലൊക്കെ ഉണ്ടാവും. അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വരണില്ലല്ലോ. തൃശ്ശൂരോ? ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളോടൊക്കെയല്ലേ, അല്ലെങ്കിൽ തൃശ്ശൂർക്കാരോടല്ലല്ലോ കൂടുതൽ സംസാരിക്കുന്നത്. തൃശ്ശൂർ ഭാഷ എത്ര കാലം കഴിഞ്ഞിട്ട് മാറാത്ത ഒരാളെ ഞാൻ കണ്ടിരുന്നത് ഭരതേട്ടനായിരുന്നു, ഡയറക്ടർ ഭരതൻ. എത്ര കാലം മദ്രാസിൽ ജീവിച്ചിട്ടും മരണം വരയ്ക്കും അദ്ദേഹം തൃശ്ശൂർ ഭാഷ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ കാണുമ്പോൾ എന്റെ ഒരു എന്താടാ നീ എന്റെ പടം കലക്കിണ്ടാ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള അത് കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. അപ്പൊ ഭാഷയിലെ റെസ്ട്രിക്ഷൻ ഒന്നും വെക്കാത്ത ഒരാളാണല്ലോ. എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാ? എല്ലാ സിനിമകളും ഞാൻ സസ്നേഹം എന്നുള്ള പഴയൊരു സിനിമ ഭാഷ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും. അതായത് ബാലചന്ദ്രമേനോനും ശോഭനയും കൂടി അഭിനയിച്ച സിനിമയാണ്. ഒരു രണ്ട് വ്യത്യസ്ത മതങ്ങളിൽ പെട്ട രണ്ടുപേരുടെ ഒരു മിശ്രവിവാഹിതരുടെ ജീവിതമാണ്. തോമസ് ഊട്ടിയും സരസ്വതി. എന്താണ് ശാലിനി ഒരു നല്ല വായനക്കാരി മാത്രമല്ല, നല്ല പ്രേക്ഷകയും കൂടെയാണ്. അപ്പം ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അതില് ഭാഷ ഒന്ന് ഉപയോഗിക്കാം. അതായത് ബാലചന്ദ്ര മേനോനായാലും നായകൻ. മേനോന് കൂടുതലും തെക്കൻ ഭാഷയാണ് കൂടുതൽ വഴങ്ങുന്നത്. ബാലചന്ദ്രന്റെ അമ്മയായിട്ട് മീന ചേച്ചിയെയും ചേച്ചിയായിട്ട് ലളിത ചേച്ചി കിട്ടു. അവർ രണ്ടുപേർക്കും തെക്കൻ ഭാഷ നന്നായിട്ട് അറിയാം. അച്ഛൻ കരമനജരാൻ നേരാണ്. അപ്പോൾ പൂർത്തിയായി. അവർ കല്യാണം കഴിക്കുന്നത് സരസ്വതി എന്ന കഥാപാത്രം പാലക്കാടുള്ള ഒരു പട്ടതിയാണ്, ശോഭന. ശോഭനയുടെ അമ്മാവനായിട്ട് ഒടുവിലുണ്ണീഷനാണ്, പാലക്കാട്ടുകാരനാണ്. പറവൂർ ഭരതനാണ് വേറൊരു കഥാപാത്രം. പറവൂർ ഭരതൻ തൃശ്ശൂരിനോട് ചേർന്നിട്ടുള്ളതാണ്. പിന്നെ സുകുമാരി ചേച്ചിക്ക് പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല, എങ്കിലും സുകുമാരി ചേച്ചി ഒരു ബ്രാഹ്മിൻ ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ്. ബാലേന്ദ്രന്റെ പെങ്ങളായ KPS ലളിതയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇന്നസെന്റ് ആണ്. അപ്പൊ ഇരിങ്ങാലക്കുടയിലേക്കാണ് കല്യാണം കഴിച്ചതെന്ന് ആക്കി ഞാൻ. ആ ഇന്നസെന്റിന്റെ അമ്മ ഫിലോമിനയാണ്. ഫിലോമിന ചേച്ചിക്ക് തൃശ്ശൂർ ഭാഷയെ വരുള്ളൂ. അപ്പൊ ഈ മൂന്ന് ഭാഷകളും ചേർന്ന് വരുമ്പോൾ ആ സിനിമയിൽ അവര് പോലും അറിയാതെ സത്യസന്ധമായ കോഴിക്കോട്ടുകാരനായ ഒരു കുക്ക് ഉണ്ട്, അതാണ് മാമുകോയ. അപ്പൊ പിന്നെ ഭാഷകളെ പറ്റി നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ വരുള്ളൂ. അപ്പൊ ആ സസ്നേഹം എന്നുള്ള സിനിമയിൽ ഭാഷ യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ പടങ്ങളൊന്നും അങ്ങനെ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. നല്ല പടം ഒരുക്കുക അത്ര തന്നെ. ഒരു സത്യനന്ദിക്കാട് ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ പറയും ഇതൊരു സിമ്പിൾ പടമായിരിക്കും. എന്താണ് സിംപ്ലിസിറ്റി? ഒന്ന് ഡിഫൈൻ ചെയ്യും. എങ്ങനെയാ സിംപ്ലിസിറ്റി ഡിഫൈൻ ചെയ്യണേ? സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാനോ പറയാനോ പറ്റുന്നതല്ല. ഒരാള് ഞാൻ നാളെ തൊട്ട് ലാളിത്യത്തോടു കൂടി ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് കള്ളത്തരമാണ്. ഒരാളുടെ സ്വന്തം ജീവിതത്തിന്റെ ഉള്ളിൽ തന്നെ അത് ഉണ്ടാവും. അതല്ലാതെ ഞാൻ വളരെ സിമ്പിളാണ്, ഞാൻ രാത്രി കഞ്ഞിയും പയറാണ് കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ മുണ്ടെടുത്തിട്ട് വരമ്പിലൂടെ നടക്കുന്നതാണ്, അതൊന്നല്ല സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഒരു ജീവിത രീതിയാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്, അല്ലാതെ ജീവിതത്തിന്റെ സ്റ്റൈലല്ല. എത്ര പണമുള്ള ആളുകളും എത്ര പ്രസിദ്ധരായ ആളുകളും സിമ്പിൾ ആയിരിക്കും ചിലർ. അങ്ങനെ ഒരാളായിരുന്നു പ്രേം നസീർ, സിമ്പിളായിട്ട് ജീവിക്കുന്നു. പക്ഷേ പ്രേം നസീർ താരരാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ വരവ് പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സിമ്പിൾ മൈൻ ഉണ്ടായിരുന്നു. മതി എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ ഉള്ള ഒരാൾക്ക് സിമ്പിളായിട്ട് ജീവിക്കാം. എനിക്കിത് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് ഞാൻ തൃപ്തനാണ്, ഈ പ്രസിദ്ധി മതി, അല്ലെങ്കിൽ ഈ പണം മതി, ഈ പ്രതിഫലം മതി, ഈ ഭക്ഷണം മതി. മതി എന്ന വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്. അതില്ലാത്തതാണ് പലപ്പോഴും ആളുകൾ അസ്വസ്ഥരാവാൻ കാരണം. ഞാൻ ഇത്രയാണ് വാങ്ങിക്കുന്നത്, മറ്റൊരാൾക്ക് ഇത്രയും കിട്ടുന്നുണ്ടല്ലോ, ഇയാൾ അസ്വസ്ഥനായി. അപ്പോൾ മതി എന്ന് തോന്നുകയും അവനവന്റെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് സിമ്പിളായിട്ട് ജീവിക്കുന്നവർ. അല്ലാതെ ഓലക്കുടിയിൽ കഞ്ഞിയും കുടിച്ച് റാന്തൽ വിളിച്ചെത്തിരുന്ന് പുസ്തകം വായിക്കുന്നത് സിംപ്ലിസിറ്റി ആണെന്ന് കണക്കാക്കാൻ പാടില്ല. എന്നാ ചോദിക്കട്ടെ, സത്യനന്ദിക്കാട് സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്? ഞാൻ സിമ്പിൾ ആണെന്ന് ആണോ അല്ലേന്ന് പറയേണ്ടത് ഞാനല്ലല്ലോ. ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ മതി എന്നുള്ളിൽ തോന്നണമെന്ന്. എനിക്കതുപോലെ തോന്നുന്നതുകൊണ്ടാണോ ഞാൻ ഇപ്പോൾ ഒരു വർഷത്തെ ഒരു സിനിമ ചെയ്താൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് കുറെ കൊല്ലങ്ങളായല്ലോ. എനിക്ക് വേണമെങ്കിൽ ഒരു കൊല്ലം 2 സിനിമയെങ്കിലും ചെയ്യാം. പണ്ട് 3 സിനിമകൾ വീതം ചെയ്തിരുന്നു. ഞാൻ ഒരു കൊല്ലം ഒരു സിനിമ ചെയ്താൽ മതി എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ആ സിനിമയ്ക്ക് കിട്ടുന്ന പ്രതിഫലം മതി എന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു കാറ് മാരുതി 800 ആണ്. ആ വണ്ടി ഇപ്പോഴും ഉണ്ട്. 90-ലാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരൊക്കെ പോകുമ്പോൾ ഞാൻ സിനിമാത്തിക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ആ കാറിലാണ് പോകുന്നത്. അതിന്റെ കംഫർട്ടാണ് എനിക്ക് ആ വണ്ടി പാർക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു അംശം ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവാം. ഇപ്പൊ ഞാൻ ഒരിക്കൽ മദ്രാസിൽ വെച്ചിട്ട് പ്രിയദർശന്റെ സ്റ്റുഡിയോയിൽ എൻ്റെ ഒരു സിനിമ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സത്യം ഇത് കഴിഞ്ഞാൽ എവിടെയാണ്? ഞാൻ ഇത് കഴിഞ്ഞാൽ വീട്ടിലായിരിക്കും. അല്ല അപ്പം ഇതിപ്പോ വിഷുവിന് റിലീസ് ചെയ്യില്ലേ? അതെ. അപ്പൊ അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ അടുത്ത പടം ഞാൻ ഉടനെ തുടങ്ങൂല. അതെന്താ തുടങ്ങാത്തത്? ഞാൻ പറഞ്ഞു, വിഷു കഴിഞ്ഞാൽ പതുക്കെ എന്നെ ഒരു മെയ് ജൂണോട് കൂടി മഴക്കാലം തുടങ്ങും. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മഴ കാണണം.
അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കൊതിപ്പിച്ചു, കുറച്ച് മനഃപൂർവ്വം. ഇയാൾ എന്നെ എടുത്ത് പറഞ്ഞ് എനിക്ക് തന്നെ കൊല്ലാൻ തോന്നുന്നു. ഞാൻ ചോദിച്ചാൽ എന്താണ്, എനിക്കിതൊന്നും പറ്റുന്നില്ല, ഞാൻ ഇങ്ങനെ ഓടി നടക്കാൻ ഹിന്ദി പടം, തമിഴ് പടം, തെലുങ്ക് പടം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് വെച്ചാൽ പോരെ, അത്രേ ഉള്ളൂ. അപ്പോ നമുക്ക് മതിയെന്ന് തോന്നുന്ന രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ഒരു തേർഡ് പാർട്ടി പറയണം ഒരാള് സിമ്പിൾ ആണോ അല്ലയോ എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. നമ്മളെന്തിനാണ് വെറുതെ ഇല്ലാത്തതിന്റെ പിന്നാലെ ഓടുന്നത്? എങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സുകാരനാണോ ഏതെങ്കിലും രീതിയിൽ? ഞാൻ ഒരിക്കലും ബിസിനസ്സുകാരനല്ല. ഇതില് പക്ഷെ ഒരു ബിസിനസ്മാന്റെ കഥയാണ്. പക്ഷെ അയാള് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണ്. അയാള് പറയുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു ടൈലർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. സീറോയിൽ നിന്ന് ആരംഭിച്ച ഒരു വ്യക്തിയാണ് ഇതിൽ മുകേഷിന്റെ കഥാപാത്രം. ഒരു അങ്ങനെ വളർന്ന ഒരാൾക്കുണ്ടാകാവുന്ന പൊങ്ങച്ചങ്ങളും സാധനങ്ങളൊക്കെ അതിലൂടെ നമ്മൾ ആ വ്യവസായയിലൂടെ അല്ലെങ്കിൽ ബിസിനസ്മാനിലൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രം അതിലെ തെറ്റുകൾ അയാൾക്ക് തിരിച്ചറിയുന്നുണ്ട്. തൃശ്ശൂർ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ആൾക്കാരെ? 555 മാത്രമേ വലിക്കുള്ളൂ, യാത്ര ചെയ്യുള്ളൂ, അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട് തൃശ്ശൂർ. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. തൃശ്ശൂർ പൊതുവെ ഭയങ്കര പണക്കാരല്ലേ? തൃശ്ശൂര് നല്ല പണക്കാരുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതൊക്കെ വലിയ പണക്കാരുണ്ട്. ഷൂട്ട് ചെയ്യാൻ ഉള്ള വീടുകളൊക്കെ തേടി പോകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ഒക്കെ വീടൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയിട്ടുള്ളതെന്നല്ലേ? അതൊക്കെ വെറും ഔട്ട് ഹൗസാ. ഒരിക്കൽ ആക്ടർ ജോജു ജോർജ് വന്നപ്പോ പറഞ്ഞാണ് ഈ കേരളത്തിൽ ഏറ്റവും പൈസക്കാരുള്ള തൃശ്ശൂരാണ്. പക്ഷെ തൃശ്ശൂർക്കാർക്ക് എന്ത് ചെയ്യണം ഈ കാശെന്ന് അറിയാത്ത വലിയൊരു ടെൻഷൻ ഉണ്ടെന്ന്. അങ്കലാപ്പിലാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെറുതെ നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു മാഗസീൻ്റെ ആളുകൾ ഒരു ഡിസ്കഷൻ വന്നിരുന്നു. അവർ പറഞ്ഞു വെച്ചാൽ വളരെ ഫാസ്റ്റസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന സിറ്റിയാണ് തൃശ്ശൂർ, അല്ലെങ്കിൽ ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ വികസിക്കാൻ പോകുന്ന സിറ്റിയാണ്. അതിന്റെ കാരണം കേരളത്തിലെ നമ്പർ 1-ൽപ്പെട്ട 5 പണക്കാര് തൃശ്ശൂർക്കാരാണ്. ഈ എല്ലാ പണക്കാരുമായിട്ടുള്ള ആളുകളുടെ ഹോം ടൗൺ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. എന്ന് പറയുമ്പോൾ തൃശ്ശൂരാണ് വലിയ പണക്കാരുള്ള. ഒരുപാട് പാവങ്ങളുണ്ട്, പക്ഷെ എങ്കിലും നല്ല സമ്പന്നരുടെ നല്ല മനസ്സുള്ള ആളുകളുടെ ഒരു നാടാണ് തൃശ്ശൂർ. തൃശ്ശൂർക്കാരൻ പിന്നെ അങ്ങനെ തന്നെ പറയണല്ലോ, നല്ല മനസ്സുള്ള ആളുടെ. തിരിച്ച് തൃശ്ശൂർക്ക് ചെല്ലാനല്ലേ അല്ലേ? മനപ്പുറല്ലേ, സത്യമാണത്. അതുകൊണ്ടല്ലേ ഞാൻ തൃശ്ശൂർ വിടാത്തത്. ഓഫർ വരില്ല. അപ്പൊ ഞാൻ സംവിധാനം തുടങ്ങിയ സമയത്തുള്ള മിക്കവാറും ഡയറക്ടേഴ്സ് ഒന്നുകിൽ മദ്രാസിൽ അല്ലെങ്കിൽ എറണാകുളത്താണ് താമസിക്കാറുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മദ്രാസിലായിരുന്നു താമസിച്ചിരുന്നത്. എൻ്റെ ആദ്യത്തെ 2-3 സിനിമകൾ കഴിയുന്നവരെ എൻ്റെ സിനിമകളുടെ കാര്യങ്ങൾ എനിക്ക് സ്വയം തീരുമാനിക്കാമെന്ന ഒരു നില എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവിടെ നേരെ അന്തിക്കാട്ടേക്ക് താമസം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്തിക്കാട്ടിൽ പിന്നെ പോയിട്ടേ ഇല്ല. എല്ലാ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാകുമ്പോഴും ടെലിഫോൺ കണക്ഷനും ഇലക്ട്രിസിറ്റി പോലും ഇല്ലാതിരിക്കുമ്പോഴും ഞാൻ താമസിച്ചിരുന്ന അന്തിക്കാട് തന്നെയാണ്. അപ്പൊ ആരും പറഞ്ഞൊന്നുമില്ലേ ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ചിലർ പറയുമല്ലോ ഇങ്ങോട്ടേക്ക് വരൂ, കൊച്ചിയിലേക്ക് വരൂ, കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി ഇവിടെയാണ്, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല? അവർക്കൊക്കെ അറിയാം ഇതാണ് നല്ലതെന്നുള്ളത്, പക്ഷെ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് മനഃപൂർവ്വം എന്തിനല്ലേ ഒരാൾ ഇങ്ങോട്ട് വെച്ച് കഷ്ടപ്പെടുത്തുന്നത്. നാട്ടിൽ ജീവിക്കുന്നത്, ജനിച്ച നാട്ടിൽ ജീവിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. എൻ്റെ നാട്ടിലുള്ള പല ആൾക്കാർക്കും പിന്നെ എപ്പോഴാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ തിരിച്ചറിയാത്തുള്ളൂ. ഞാൻ എപ്പോൾ നോക്കിയാലും ഞാൻ അവിടെ നാട്ടിലുണ്ട്. അപ്പൊ ഈ ചോദ്യം കേൾക്കേണ്ടി വരും, എന്താ സിനിമയൊന്നും ഇല്ലേ എന്നുള്ളത്? അങ്ങനെ എൻ്റെ അടുത്ത് അധികം ചോദിക്കാറില്ല. കാരണം ഞാനൊരു സിനിമക്കാരനായിട്ടല്ലോ അവിടെ ജീവിക്കുന്നത്. എനിക്ക് അവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, പറമ്പ് നനയ്ക്കുകയും പാടത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്ന എൻ്റെ ഇടയിൽ 2-3 മാസം ഒന്ന് മുങ്ങും. പിന്നെ വരുമ്പോൾ ഒരു സിനിമയായിട്ട് വരും, അത്ര തന്നെ. ഈ അന്തിക്കാട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കോ സിനിമയിലേന്ന് ചോദിക്കേണ്ട കാലം ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാ കൊല്ലം എനിക്ക് സിനിമ ഉണ്ടല്ലോ. ഒരു വർഷത്തെ ഒരു സിനിമ ഇറങ്ങുകയും ആ സിനിമ ഒരു 3 മാസം ഓടുകയും ചെയ്താൽ പോരെ. ഒരു സിനിമ ഹിറ്റായാൽ മതി. പിന്നെ നമുക്ക് അടുത്ത സിനിമയുടെ വർക്കുകൾ തുടങ്ങിയ സമയത്തായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത സിനിമ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ ഉത്തരവുണ്ട്. ശരി, ഇപ്പൊ ഞാൻ ചോദിക്കുന്നു അടുത്ത സിനിമ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ. ജോമോന്റെ സുവിശേഷങ്ങൾ ഇറങ്ങിയിട്ട് ഒരാഴ്ചയേ ഉള്ളൂ. അടുത്ത സിനിമ ഏതാണെന്ന് ഒരാൾക്കും അറിയില്ല, ഞാൻ പോലും ഫൈനലൈസ് ചെയ്തിട്ടില്ല. തമിഴ്നാട് പശ്ചാത്തലമായിരിക്കുന്ന തമിഴ് ഭാഷ സംസാരിക്കുന്ന മലയാള സിനിമകൾ ഏറ്റവും കൂടുതൽ എടുത്ത സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, സത്യൻ അന്തിക്കാട്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ സത്യൻ അന്തിക്കാടും തിരുപ്പൂരും തമ്മിലുള്ള ബന്ധം എന്താ? സത്യൻ അന്തിക്കാടും തിരുപ്പൂരും തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. ജോമോന്റെ സുവിശേഷങ്ങൾ മാത്രമാണ് ഞാനും തിരുപ്പൂരുമായിട്ടുള്ള ബന്ധം. അതെന്താ ചോദിക്കാൻ കാരണം? അല്ല, ഒന്ന് ജോമോന്റെ സുവിശേഷങ്ങള് സെക്കൻഡ് ഹാഫ് മുഴുവൻ തിരുപ്പൂരാണ്. ഇത് കൂടാണ്ട് രസതന്ത്രത്തില് മീരാ ജാസ്മിന്റെ കഥാപാത്രത്തിന് മോഹൻലാല് തിരുപ്പൂർക്ക് അയക്കാൻ അയക്കുന്നുണ്ട്. കൂടാണ്ട് ഇന്നത്തെ ചിന്താ വിഷയത്തില് മാമുക്കോയനെ തിരുപ്പൂരിന്നാണ് മോലാളി ഇങ്ങോട്ട് അയക്കണത്. സത്യത്തിൽ ഞാൻ ധരിച്ചിരുന്നത് തമിഴ്നാട്ടിലെ വളരെ ദൂരെയുള്ള ഒരു സ്ഥലമാണ് തിരുപ്പൂർ എന്നാണ്. തിരുപ്പൂരാണ് ഈ ടെക്സ്റ്റൈൽ ബിസിനസ് നടക്കുന്നത് എനിക്കറിയാം. പലപ്പോഴും ടീഷർട്ടുകൾ, ബനിയൻസ് തിരുപ്പൂർ മെയ്ഡാണ്, തിരുപ്പൂർ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുപ്പൂർ എന്ന് പറയുന്ന ഒരു സ്വപ്നതുല്യമായ ഒരു സ്ഥലമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് രസതന്ത്രത്തിലെ മോഹൻലാൽ മീരാ ജാസ്മിന്റെ തിരുപ്പൂരേക്ക് അയക്കാം എന്ന് പറയുമ്പോൾ തിരുപ്പൂർ എത്രയോ ദൂരമുള്ള ഒരു സ്ഥലം. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ സമയത്ത് ഇക്ബാൽ കുറ്റിപ്പുറവും ഞാനും കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർവെൽ കഴിഞ്ഞാൽ ഇവന് ഇവിടെ നിന്ന് മുങ്ങണം, ഇവന്റെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഒരു സ്ഥലം ആവശ്യമാണ്, ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിനെ പറ്റി ചിന്തിച്ചു, ബിലായിനെ പറ്റി ചിന്തിച്ചു. അതിനേക്കാളും പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് തിരുപ്പൂരാണ്. അപ്പോൾ മലയാളികൾക്ക് അറിയാവുന്ന ഒരു ലാംഗ്വേജ് ആണ് തമിഴ് ഒരുവിധം. അങ്ങനെ നോക്കുമ്പോഴാണ് തിരുപ്പൂർ വളരെ അടുത്താണ് എന്ന് തിരിച്ചറിയുന്നത്. അല്ല, അപ്പോൾ ഈ ജോമോന്റെ സുവിശേഷം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തിരുപ്പൂര് പോയിട്ടേ ഇല്ല. ഞാൻ ലൊക്കേഷൻ നോക്കാൻ പോയി, അതിനു മുമ്പ് പോയിട്ടില്ല. തിരുപ്പൂർ പോയി കണ്ടപ്പോൾ
ഞാൻ സങ്കല്പിച്ചതിനേക്കാളും വലുതാണ് തിരുപ്പൂർ. എനിക്ക് എറണാകുളത്ത് വലിയ എത്ര ദൂരമുണ്ട്? കാലത്ത് ഒരു 8 മണിക്ക് പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് നമുക്ക് തിരുപ്പൂർ എത്താം. അത്രേ ഉള്ളൂ. അപ്പൊ തിരുപ്പൂർ പക്ഷെ നമ്മൾ അറിയാതിരുന്നത് ജോമന്റെ ശിവശേഷങ്ങൾ ഷൂട്ട് ചെയ്യുന്നവരേക്കും തിരുപ്പൂർ എന്ന സ്ഥലത്ത് ഒരു സിനിമയും ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആകെ കൂടി അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പോപ്കോൺ എന്ന് പറഞ്ഞ ഒരു നാസർ ഡയറക്ടർ ചെയ്തൊരു സിനിമ അവിടുത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. ആ ഹോട്ടലും അതിന്റെ കോമ്പൗണ്ടാണ്, അതിന്റെ പുറത്ത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞത് ക്യാമറ എവിടെ വെച്ചാലും ആൾക്കൂട്ടം കൂടുമായിരുന്നു. കാരണം അവരാദ്യമായിട്ടാണ് ഷൂട്ടിംഗ് കാണുന്നത്. തിരുപ്പൂർ മുഴുവൻ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്. എവിടെ നോക്കിയാലും ബനിയനുകളും ടീഷർട്ടുകളും വലിയ വ്യാപാര മേഖലയാണ്. നമുക്ക് മലയാളികളുടെ തന്നെ ഫാക്ടറികളുണ്ട്. അവിടുന്ന് ഉടുപ്പ് വാങ്ങിക്കല്ല, പല സ്ഥലത്തും തന്നു. ഞാൻ പക്ഷേ ടീഷർട്ടൊന്നും യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് പലർക്കും കൊടുത്തു. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പലരും നമുക്ക് ടീഷർട്ടുകൾ കുറെ തന്നു. ഗിഫ്റ്റ് ദുൽഖറിന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നായിക കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ ചിലർ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര വില കുറവാണ്. അപ്പൊ അതിലെ ഒരു നെയ്ത്തുകാരുടെ ഗ്രാമമൊക്കെ ഇല്ലേ, അത് റിയലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് തറികളും ഒക്കെ ഇട്ടിട്ട് എന്റെ ആർട്ട് ഡയറക്ടറെ കുറച്ചും കൂടി മോടി പിടിപ്പിച്ചു എന്നല്ലാതെ ആ വീടുകളിൽ താമസിക്കുന്ന മുഴുവൻ നെയ്ത്തുകാർ തന്നെയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒറിജിനൽ നെയ്ത്തുകാർ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ലോകം നമ്മുടെ തൊട്ടടുത്തുണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ദുൽഖർ ഇത്ര നന്നായിട്ട് ബസ് ഓടിക്കുന്നുള്ളത്. സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി. ഇത്ര നാളും എല്ലാവരും ദുൽഖറിനെ കൊണ്ട് പലതരത്തിലുള്ള ബൈക്ക് ഓടിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ ബൈക്ക് ഓടിപ്പിക്കുന്നുണ്ട്. അതിൽ വലിയ കൗതുകം തോന്നില്ല. പക്ഷെ ആള് ബസ് ഓടിച്ചപ്പോഴാണ് ശരിക്കും ബസ് ഓടിക്കറിയോ? പേടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ദുൽഖറിന് ഒരിക്കലും അങ്ങനെ ബസ്സിൽ അധികം യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല, സിനിമകളിൽ പോലും, ജീവിതത്തിലൊട്ടുമില്ല. ഇല്ല. അപ്പം ബസ് ഓടിക്കുന്ന സീനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ദുൽഖർ ഡ്രൈവിംഗ് അറിയാവുന്ന ആളായതുകൊണ്ട് കുറച്ച് ദൂരം ഓടിപ്പിച്ച് കൊണ്ടുപോകാമെന്നാണ്. അപ്പൊ അത് ഷൂട്ട് ചെയ്തത് ഇക്കണ്ടവാരിയർ റോഡ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ്. മനോരമയുടെ ഓഫീസിന്റെ മുമ്പിലുള്ള റോഡാണ്. കാണിക്കുന്നുണ്ട് മനോരമ ഓഫീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ദുൽഖറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ക്യാമറ ഫിറ്റ് ചെയ്തതിനു ശേഷം പറഞ്ഞു കുറച്ച് ഓടിച്ചാൽ മതി. എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് അവിടുന്ന് വണ്ടി ഒരു എടുക്കലാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഓട്ടോറിക്ഷകളും ബൈക്കുകളും ഒക്കെ ചീറിപ്പാഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ കൂടെ കൈ വിട്ടിട്ടൊക്കെ ദുൽഖർ വണ്ടി ഓടിക്കാണ്. ഒറിജിനൽ റിയൽ ആയിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ധൈര്യമാണ് ചെയ്തത്, കാര്യം എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ എനിക്ക് ബസ് ഓടിക്കാൻ ഇഷ്ടമാണ്, ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല, കാര്യം ബസ്സായിട്ട് ഓടിച്ചിട്ടൊന്നുമില്ല, എങ്കിലും വലിയ വണ്ടികൾ ഞാൻ കിട്ടുമ്പോൾ മുഴുവൻ ഓടിക്കാറുണ്ട്. ഞാൻ മദ്രാസ് വരെയൊക്കെ വലിയ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ ഒക്കെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഇതിനേക്കാൾ റിസ്ക് ആയിരുന്നു തമിഴ്നാട്ടിൽ ബസ് ഓടിക്കുന്നത്. കാര്യം ചെറിയ റോഡും ചെറിയ വഴികളൊക്കെയാണ്. വരവേൽപ്പ് എന്നുള്ള സിനിമയിൽ ഇന്നസെന്റ് വണ്ടി ഓടിക്കുന്നുണ്ട് ഡ്രൈവർ അല്ലേ. ഷൂട്ടിങ്ങിന് ആവശ്യമില്ലാത്ത സീനുകളിലും ആ ബസ് പലപ്പോഴും ഓടിക്കുന്ന ഇന്നസെന്റ് തന്നെയാണ്. ഇന്നസെന്റ് ഞാൻ ഓടിച്ചോളാന്ന് പറയും. അപ്പോൾ അത് ഓടിക്കാൻ അറിയുന്നവർക്ക് ഒരു രസമാണ്. അപ്പൊ ദുൽഖർ ഇതിൽ ബസ് ഓടിക്കുന്നു എന്നുള്ളത് ഒരു ഗ്രീൻ മാറ്റും അല്ലാതെ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ക്യാമറ ട്രിക്ക് അല്ല. നീണ്ട 35 വർഷത്തെ സിനിമാ ജീവിതമാണ് സത്യനന്ദിക്കാടിനുള്ളത്. അനുഭവങ്ങളും വേണ്ടുവോളുണ്ട്. ഞാൻ 1-2 ഡയലോഗൊക്കെ പറയാം. ഈ ഡയലോഗ് സ്വന്തം ജീവിതത്തിൽ ആര് പറഞ്ഞാന്ന് പറയണം. സത്യൻ വന്നാൽ സൂര്യൻ എത്തിച്ച പോലെയാണെന്ന് പറഞ്ഞാരാ? ലോഹിത് സ്ഥിരമായിട്ട് ഷൊർണൂരാണ് അധികം താമസിക്കാറില്ല. അപ്പൊ എന്തെങ്കിലും സ്ട്രെസ് മനസ്സിലുണ്ടെങ്കിൽ ലോഹി വിളിക്കും. അല്ല എന്താ ചെയ്യുന്നത്, ഈ വഴിക്ക് ഇറങ്ങുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും എന്റെ സാന്നിധ്യം പുള്ളി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. പെട്ടെന്ന് ഗ്ലൂമി ആവുന്ന ഒരാളാണ് ലോഹിദാസ്. അപ്പൊ നമ്മളവിടെ ചെന്ന് സംസാരിച്ച് തിരിച്ചു വരുമ്പോ സത്യം വന്നാൽ സൂര്യൻ വെച്ച പോലെയാണെന്ന് പറയും. എനർജിയായി. കഷ്ടപ്പെടാതെ 4 മുക്കാലുണ്ടാക്കാൻ ദൈവം സമ്മതിക്കൂല. ശ്രീനിവാസൻ അല്ലാതെ വേറെ ആർക്ക് പറയാൻ പറ്റും ആ ഡയലോഗ്? ആര് പറയും? അത് ചില സമയത്ത് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ആലോചിച്ചിട്ട് ഒരു സിറ്റുവേഷൻ കിട്ടുന്നുണ്ടാവില്ല, അവസാന നിമിഷത്തിൽ അപ്പൊ കിട്ടും. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ ഇത് 1 മാസം മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ലാവിഷായിട്ട് വർക്ക് ചെയ്ത് പോയായിരുന്നു. പക്ഷെ അവസാന നിമിഷമല്ല കിട്ടുന്നത്. അത്തരം ചില സന്ദർഭങ്ങളാണ് കഷ്ടപ്പെടാതെ 4 മുക്കാലുണ്ടാക്കാൻ ദൈവം സമ്മതിക്കില്ല. ഒരു ദിവസം ഞങ്ങളൊരു കഥയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മാസമായി. മനസ്സിന് തൃപ്തികരമായിട്ടൊന്നും തെളിയുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് പ്രൊഡ്യൂസറുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും, അത് കഴിക്കും. വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഉറങ്ങാന്ന് പറയും. 1 മണിക്കൂർ ഒന്ന് ഉറങ്ങും. വൈകുന്നേരം 4 മണിക്ക് എണീക്കും, ചായ കുടിക്കും, ആലോചിക്കും, കിട്ടില്ല, അന്ന് വേറെ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിച്ചു പോകും. അങ്ങനെ 1.5 മാസം കഴിഞ്ഞു. നാടോടിക്കാറ്റിന് മുമ്പാണ്. കുറ്റബോധമുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കുന്നു, ഊണ് കഴിക്കുന്നു, പ്രൊഡ്യൂസർ മുടിപ്പിക്കുന്നു, ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു, പതിപോലെ എന്നാൽ കുറച്ച് നേരം ഒന്ന് കിടക്കാല്ലേ രണ്ടുപേരും. അപ്പോൾ ഒരു കട്ടില് ശ്രീനിവാസനും ഒരു കട്ടില് ഞാനും കിടന്നപ്പോൾ ഒരു ആത്മകഥം ശ്രീനിവാസന്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ വർക്കിംഗ് മെത്തേഡേ ഒന്ന് വേറെ തന്നെ അല്ലേ. അതായത് ഉള്ളിലെ കുറ്റബോധം വേറെ രീതിയിൽ പുറത്തു വരുന്നത്. അങ്ങനെ കുറെ ഉണ്ട്. സത്യന് പ്രേതങ്ങളെ പേടിയാണല്ലേ ചോദിച്ചത്? ഫാസിൽ എനിക്ക് പണ്ട് മുതൽ പ്രേതങ്ങളെ പേടിയുള്ള ഒരാളാണ്. പ്രേതങ്ങളെ മീൻസ് ഇരുട്ടിനെ പേടിയാണ്. അത് അറിഞ്ഞൂടാ. അത് ഇനി അത് ഈ പ്രായം ഇത്രയും ആയില്ലേ, മക്കളൊക്കെ വലുതായില്ലേ, അത് മാറൂലെന്ന് എനിക്ക് തോന്നുന്നില്ല, വിശ്വാസമില്ല. അപ്പൊ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒരു മീറ്റിംഗ് അന്ന് കൊടുങ്ങല്ലൂരിനടുത്ത് പുല്ലൂറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടന്നു. ഞാനും എന്റെ സുഹൃത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വൈകി മീറ്റിംഗ് തീരാൻ. അവിടെ നിന്ന് അന്തിക്കാട്ടേക്ക് ബസ്സൊന്നുമില്ല. കൊടുങ്ങല്ലൂരെന്ന് ഒരു വിധത്തില് തൃപ്രയാർ വരെ ഒരു ബസ് കിട്ടി. തൃപ്രയാറിന്ന് വാടാനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം വരയ്ക്ക് ഒരു ലോറി കിട്ടി. അപ്പോഴേക്കും മണി 12 കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അന്തിക്കാട്ടേക്ക് വീണ്ടും ഒരു 5 കിലോമീറ്ററോളം ഉണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ തീരുമാനിച്ചു. എന്റെ വീട്ടിലേക്ക് 1 കിലോമീറ്റർ മുമ്പുള്ളപ്പോൾ കാഞ്ഞാണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയുടെ അടുത്തെത്തിയപ്പോൾ ഈ കൂട്ടുകാരനായ രഞ്ജിത്ത് പറഞ്ഞു, ഞാൻ ഇതിലെ പോകാം, എന്നാൽ എനിക്ക് എളുപ്പം എന്റെ വീട്ടിലെത്താൻ ഇതാ എളുപ്പം എന്ന് ഒറ്റ ഓട്ടോ ഓടി ഇരുട്ടത്തോടെ.
അപ്പൊ എനിക്ക് പുറകെ പിന്തുടർന്ന് ചെല്ലാൻ നിർത്തിയില്ല. കാര്യം ആ പോകുന്ന വഴിയിൽ ഒരു വഴിയമ്പലമുണ്ട്. ആ വഴിയമ്പലത്തിൽ ഒരാൾ തൂങ്ങി മരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ. ഞാൻ ഈ സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ കണ്ട് കാഞ്ഞാണി ജംഗ്ഷനിലെത്തി. ഒരു മനുഷ്യനില്ല. ഒരു നായയോ പൂച്ചയോ കണ്ടാൽ കൊള്ളാന്ന് എനിക്ക് തോന്നി. ജീവനുള്ള ആരെങ്കിലും ഒരാള് ഒരു സഞ്ചിയും കയ്യിൽ വെച്ച് ഒരു ടോർച്ചും ഒരു കൊടയായിട്ട് ഇരുട്ടുന്ന് നടന്നു വരികയാണ്. എൻ്റെ അടുത്ത് കുറച്ച് ചീത്ത പറഞ്ഞു, ഈ നേരത്ത് ഇവിടെ വന്ന് നിൽക്കണേ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലേക്ക് ടോർച്ച് അടിച്ച് അമ്മ വാതിൽ തുറന്നു. അപ്പം അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, ആരാണ് ഈ നേരത്തെ ഇവിടെ കൊണ്ടുവിട്ടത്? അപ്പോൾ ഞാൻ വന്ന് നമ്മുടെ കിഴക്കേ ഭാഗത്ത് താമസിക്കുന്ന ആ ചേട്ടൻ. ഏത് ചേട്ടൻ? പീഡിയ നടത്തുന്ന. ഏത് പീഡിയ നടത്തുന്ന? ആരാണ്? എനിക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കിഴക്കേ ഭാഗത്ത് ഉള്ളതാണ്. അപ്പോൾ ചോദിച്ചു, പാടൂരെ ശിവരാമനാണോ? അല്ല. തട്ടുള്ള ചന്ദ്രനാണോ? അല്ല. മറ്റിന്നാൾ തിന്നാളാണോ? അല്ല. അങ്ങനെ ആ കിഴക്കേ ഭാഗത്തുള്ള വീടുകൾ പരിമിതമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ വിശാലമായ പാടമാണ്. ആ ഭാഗത്തുള്ളവർ ആരുമല്ല. ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ അതാരായിരുന്നു. ഇപ്പോഴും മിസ്റ്ററിയാണ്. തിയേറ്ററിൽ ആള് കൂടിയാൽ ആ സിനിമയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കുന്ന സംവിധായകന്റെ പേര് എന്തൊരു ഇന്നസെന്റ് ആയ ചോദ്യം. തിയേറ്ററിൽ ആൾ കൂടി എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ചിന്തിക്കുന്ന സംവിധായകരുണ്ട്. അതെ. ഒരിക്കൽ നാടോടിക്കാറ്റ് എന്നുള്ള സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ രാംദാസ് എന്നുള്ള സിനിമ തിയേറ്ററിലാണ്. ഞാനന്ന് കാറ് വാങ്ങിച്ചിട്ടില്ല, ഞാൻ ബസ്സിലാണ് പോവുക. എന്നും മാറ്റിന് വിടുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. എന്നും ബസ് ബ്ലോക്ക് ആവും. ഞാൻ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ആ കണ്ടക്ടർ പറയാം, ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, മനുഷ്യന് വഴി കൂടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു സമയം പാലിക്കാൻ പറ്റുന്നില്ല, എത്ര ദിവസമായി തുടങ്ങിയിട്ട്. എന്നിട്ട് ആ പടത്തിന് ചീത്ത പറയുന്നു. അത് ചെയ്ത ആളാണ് വണ്ടിയിൽ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അത് അന്ന് ഈ ചാനലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ആളെ തിരിച്ചറിയാറില്ല. സത്യൻ അന്തിക്കാട് ആസ് എ പേഴ്സൺ എപ്പോഴെങ്കിലും അഹങ്കാരം വന്നിട്ടുണ്ടോ? അഹങ്കാരം ചില സമയത്ത് വരും. നമ്മുടെ സിനിമ അതിഗംഭീരമായിട്ട് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു കലാസൃഷ്ടിയെ ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കറിയാതെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരത്തിന്റെ ഒരു ലാഞ്ചന വരുമ്പോഴേക്കും എന്റെ ഭാര്യ അത് എന്റെ തലയിൽ തട്ടി താഴ്ത്തി ഞാൻ ഒന്നും അല്ല എന്നുള്ള തോന്നലിലേക്ക് വരുത്താറുണ്ട്. അത് വല്ലാത്ത ഒരു ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടായത് അഹങ്കാരം വന്നിട്ടല്ല. ദുൽഖർ സൽമാനെ വെച്ചിട്ട് 2 മാസം നീണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇത്രയും ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് ഒരു 100 ആളുകളെ വെച്ചിട്ട് വർക്ക് ചെയ്ത് മദ്രാസിൽ വന്ന് അതിന്റെ എഡിറ്റിംഗ് കഴിഞ്ഞ് ഡബ്ബിംഗ് കഴിഞ്ഞ് വിദ്യാസാഗറിന്റെ മ്യൂസിക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു 3 ദിവസത്തെ ഗ്യാപ്പിന് ഞാൻ വീട്ടിലേക്ക് വന്നു. ഫ്ലൈറ്റിൽ വന്ന് വീട്ടിൽ വന്ന് ഊണ് വെച്ച് കിടന്ന് ഉറങ്ങിയപ്പോഴേക്കും 4 മണിയായപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു, നനയ്ക്കണം പറമ്പില്. അപ്പൊ ചില വാഴയ്ക്ക് തടവെടുത്തിട്ടില്ല, അപ്പോൾ വാഴയ്ക്ക് തടവെടുക്കണം. അപ്പൊ കൈക്കൂട്ട് കൊണ്ടുവന്നു. വൈകുന്നേരം വരയ്ക്കും എന്നെ കൊണ്ട് എന്റെ ഭാര്യ അവിടെ വീട്ടിലെ കൃഷിപ്പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വേർത്തൊലിച്ച് കുളിച്ചു വന്നപ്പോൾ എനിക്ക് സംശയം ഞാൻ തന്നെയായിരുന്നു ഇന്നലെ വരെ ജോമോന്റെ സുവിശേഷങ്ങൾ എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്യാൻ നടന്നിരുന്നത്. ഞാൻ രാത്രി എൻ്റെ മകനാണ് അസോസിയേറ്റ്, അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ചെറിയൊരു ഡൗട്ട്, നിന്റെ അമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം, ഞാൻ സംവിധായകനാണോ അതോ? അപ്പോൾ അവൻ പറഞ്ഞു, അതാണല്ലോ അമ്മയുടെ ഒരു മിടുക്കെന്ന് പറഞ്ഞു. കാര്യം നമ്മുടെ എല്ലാ പരിവേഷങ്ങളും അഴിച്ചു കളയുന്ന അന്തിക്കാട് വരുമ്പോഴാണ്. ഇത് കൂടാണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിലാണോ സത്യൻ അന്തിക്കാട് പ്രിയദർശനായി മാറിയത്? അതെ അതെ അതെ, അതൊക്കെ കേട്ടിട്ടുണ്ടോ? ആ സ്റ്റോറി എന്താ? അല്ല, അത് ഒരാള് ഫ്ലൈറ്റില് ഞാൻ ബോംബെക്ക് പോകുമ്പോൾ ഒരു കൊല്ലമായിട്ടുള്ളൂ, എൻ്റെ അടുത്ത് വന്ന് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ഭയങ്കര ഞങ്ങൾ വലിയ ഭാഗ്യവന്മാരാണ്, സാറിന്റെ കൂടെ സാറിന്റെ എത്ര പടങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു, സെൽഫി എടുക്കുന്നു, ഭയങ്കര സന്തോഷം. ഫ്ലൈറ്റ് കയറിയിട്ടും അവിടെ ഭയങ്കരമായ എന്നെ റെസ്പെക്ട് ചെയ്ത് കൊല്ലുന്നു. അപ്പോൾ എയർ ഹോസ്റ്റസ് ഒക്കെ ഇയാൾ ആരുടെ ഇത്രയും വലിയ VIP എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. പുള്ളി 2 കഴിച്ചിട്ടുണ്ടായിരുന്നു സംശയം ഉണ്ട് എനിക്ക്. അങ്ങനെ സാർ ഇവിടെ വന്നിരിക്കൂ, അങ്ങനെ വന്നിരിക്കൂ എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണണം, എയർപോർട്ടിൽ വെച്ച് നമുക്ക് കാണണം. സാറെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം പോലെ ആരാധിക്കുന്ന, സാറിന്റെ സിനിമ കണ്ട് ചിരിക്കാതിരിക്കാറില്ല, മറ്റതാണ് മറിച്ചാണ്. അങ്ങനെ എന്നെ അങ്ങോട്ട് പുകഴ്ത്തിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ വലിയൊരാളാണ് എന്ന് തോന്നി. കാര്യം ഇത് കാര്യം ഫ്ലൈറ്റിലൊക്കെ വെച്ചിട്ട് ഇത്രയും കൂടുതൽ ഞാൻ തനിച്ചാണ്. അപ്പം ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ അടുത്തേക്ക് ഫ്ലൈറ്റ് ഉയർന്നു കഴിഞ്ഞതിന് ശേഷം ഇയാൾ നടന്നു വരികയാണ്. അത് ഓവറാണ് ആരാധന എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അവിടെ വെച്ചിട്ട് ഉറക്കെ ഇയാൾ ഇങ്ങനെ എന്നെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് നിങ്ങളൊന്നും മനസ്സിലായി ധാരാണെന്നാണ് വിചാരം, സംവിധായകൻ പ്രിയദർശനാണ് ഇരിക്കുന്നത്. ഞാനൊന്ന് ചമ്മിപ്പോയി. എത്ര പടങ്ങൾ ഇദ്ദേഹത്തിന്റെ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പ്രിയൻ സാറിന്റെ കൂടെ ഇരിക്കാൻ യാത്ര ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗ്യമല്ലേ. അപ്പൊ ഞാൻ പിന്നെ തിരുത്താനൊന്നും പോയില്ല, ഞാൻ പ്രിയദർശനായിട്ട് തന്നെ അവിടെ ഇരുന്നു. ഞാനത് പ്രിയന്റെ അടുത്ത് പറഞ്ഞപ്പോൾ പ്രിയൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി. കാരണം അമേരിക്കയിൽ വെച്ചിട്ടൊരിക്കൽ പ്രിയനെ ഒരു വീട്ടിൽ ഡിന്നറിന് വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തു, പ്രിയദർശൻ എന്നുള്ള പേരിൽ തന്നെ. ഇത് പ്രിയദർശന്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സെന്തെങ്കിലും ഡള്ളായിരിക്കുന്നുണ്ടാൽ അപ്പൊ CD എടുത്തിട്ട് നാടോടി കയറ്റിടും. അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇപ്പൊ സന്മനസ്സുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവനാണ്. ആ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നമ്മൾ കാണാത്ത ഇതില്ല. അതുപോലെ പൊന്മുട്ടിടുന്നത് സാർ ഇത് എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്തത്? പ്രിയൻ പിന്നെ കുറെ നേരം ഒരു ഉരുണ്ട് കഴിഞ്ഞ അവസാനം സത്യൻ അന്തിക്കാട് തന്നെയാണ് എന്നുള്ള രീതിയിൽ ഇരിക്കണോ അതോ പേര് മാറ്റണോ? അവസാനം പ്രിയനും തിരുത്താൻ പോയില്ല എന്നാണ്. അവരെ തിരുത്തി അവര് ചമ്മിയാലോ
അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സന്തോഷമായി, ഞാനും ടാലിയായി എന്ന് പറഞ്ഞു. ഈ റൗണ്ടിന്റെ പേര് പഞ്ച് കാ പഞ്ച് എന്നാണ്. ഇതിൽ ഞാൻ 5 വാക്ക് പറയും. ഓരോ വാക്ക് പറയുമ്പോൾ എന്താണോ മനസ്സിൽ വരുന്നത് അത് പറഞ്ഞാൽ മതി. നോക്കാം. ഫാമിലി ഡ്രാമ. എന്റെ സിനിമ തന്നെയാണ് ഓർമ്മ വരുന്നത്. ഫാമിലി ഡ്രാമകളാണല്ലോ മിക്കവാറും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിനിമ ഒന്നുമില്ല, എല്ലാം കുടുംബപുരാണം, തിലകൻ, ജഗദീഷ്, അതെ, ബാലേന്ദ്ര മേനോൻ, കവിയൂർ പൊന്നമ്മ, അതെ, ഒരു കുടുംബം തന്നെയാണ് മുഴുവൻ. കത്തിടപാട് എന്ന് പറയുമ്പോ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പണ്ട് നടത്തിയിരുന്ന ഒരു ഇടപാട്, കല്യാണത്തിന് മുമ്പ് ഞാനും എന്റെ ഭാര്യയും കൂടി നടത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ ത്രൂ ലെറ്റേഴ്സ് ആണ്. സൂക്ഷിച്ചിട്ടുണ്ട് എപ്പോഴും? ഇല്ല. മിഥുനത്തിലെ പോലെ ഒന്നല്ല അല്ലേ? അല്ലല്ല. ഇരുട്ട് എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എൻ്റെ അടുത്ത് ക്യാമറാമാൻ വേണു പറഞ്ഞിട്ടുണ്ട്, വേണുവിന് പണ്ട് ഇരുട്ടിന് പേടിയായിരുന്നു കുട്ടിക്കാലത്ത്. മുത്തശ്ശി പറഞ്ഞ ഒരൊറ്റ വാചകത്തിന് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ആ പേടി പോയി എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ അതെന്താണ്, രാത്രി സൂര്യനില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതിനെയാണ് ഇരുട്ടെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. വെളിച്ചമില്ല എന്നുള്ളതല്ലാതെ അതിന്റെ മറവിൽ ഒരാൾ നിൽക്കുന്നില്ല, ഒന്നുമില്ല, ലൈറ്റ് ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്ന് പെട്ടെന്ന് പേടി പോയത്രേ. എൻ്റെ അടുത്ത് അങ്ങനെ അന്ന് പറഞ്ഞു തരാനൊരു മുത്തശ്ശി ഉണ്ടായില്ല. അല്ലെങ്കിൽ ഞാനും നന്നായനെ. തിയേറ്റർ. ഇപ്പോ ജോമന്റെ സുവിശേഷങ്ങൾ കണ്ട് ആളുകൾ കൈയടിക്കുന്നതും ചിരിക്കുന്നതും ആഘോഷിക്കുന്നതും അതാണ് ഇപ്പൊ തിയേറ്റർ എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പൊ മനസ്സിൽ വരുന്നത്. എത്ര പ്രാവശ്യം കണ്ടു പടം? ഞാൻ തിയേറ്ററിൽ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ ഒരു 50 പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടാണല്ലോ അത് ജനങ്ങൾ കാണുന്നത്. തിയേറ്ററിൽ ഒരു പ്രാവശ്യം. അതെ. ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോൾ ഷിക്കാഗോയിലേക്ക് ഒരിക്കൽ ഇവിടുന്ന് പറന്നിട്ട് അവിടുന്ന് ഒരു അവാർഡ് വാങ്ങിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോ അമേരിക്ക പോയിട്ട് ന്യൂയോർക്ക് പോയി അവിടുന്ന് ഷിക്കാഗോയിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് ഷിക്കാഗോയിൽ ഉച്ചയ്ക്ക് എത്തി അവിടെ ഹോട്ടലിൽ പോയി കുളിച്ച് ഈവനിങ് ഫൊക്കാനയുടെ ഒരു അവാർഡ് വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് തിരിച്ച് തൃശ്ശൂർ വരെ അന്തിക്കാട് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക പോയിട്ട് വന്നു. കാര്യം എനിക്ക് യാത്രക്കാരെ ശ്രദ്ധിക്കുന്ന സിനിമ ഷൂട്ടിംഗ് തുടങ്ങണമായിരുന്നു പെട്ടെന്ന്. അപ്പോൾ ആ അവാർഡ് 1,00,000 രൂപയാണ്. അത് ചെന്നാൽ മാത്രമേ കിട്ടുള്ളൂ. 1,00,000 രൂപയോടുള്ള ഒരു ആർത്തി കൊണ്ട് ഞാൻ 2 ദിവസം കഷ്ടപ്പെടാൻ തീരുമാനിച്ചു. ജീവിതഗന്ധിയായിട്ട് സിനിമ എടുക്കുന്ന ആള് സ്വന്തം ജീവിതത്തിൽ നിന്ന് സിറ്റുവേഷൻസ് ഒക്കെ എടുക്കാറുണ്ടോ? സ്വന്തം ജീവിതത്തിന് ചിലപ്പോൾ എടുക്കാറുണ്ട്. ശരി, ചോദിക്കട്ടെ, ഈ സിനിമയില് മുകേഷ് സ്വന്തം മോന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അതുപോലെ സ്വന്തം മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. അതാണ് എന്റെ തമാശ. പക്ഷെ ഞാൻ മദ്രാസിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന കാലത്ത് പരിപ്പ് കൂട്ടാനും ചോറും ഉണ്ടാക്കാറുണ്ടായിരുന്നു. പരിപ്പ്, മുളക് കാച്ചുക, മുട്ട വറുക്കുക, അത്തരം പരിപാടികൾ. അമ്പലപ്പറമ്പില് ഫ്ലെക്സ് വെക്കാൻ ഇഷ്ടം? അമ്പലപ്പറമ്പിൽ എന്റെ ഫ്ലെക്സ് അമ്പലപ്പറമ്പിൽ നിന്നല്ല ഒരു സ്ഥലത്ത് വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചോദിച്ചു വരാറുണ്ട് ആൾക്കാര്. എനിക്കിപ്പോ സ്വീകരണം തരുന്നതിനെ പറ്റി പറയും. പല ആളുകളും അതിന്റെ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ കിട്ടുമ്പോൾ നാട്ടുകാരുടെ വക സ്വീകരണം കൊടുക്കും. എനിക്കും അങ്ങനെ വന്നിരുന്നു. ഇപ്പോൾ ഫ്ലക്സ് വെക്കുക, സ്വീകരണങ്ങളിൽ മറ്റുള്ളവരുടെ സ്തുതി കേട്ടുകൊണ്ട് സ്റ്റേജിൽ ഉരുക്കിയിരിക്കുക, ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൽ കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ? ജീവിതത്തിൽ കൈക്കൂലി കൊടുത്തിട്ടില്ല എന്നോ. എനിക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വരാറില്ല. കാരണം എന്റെ മേഖല സിനിമയല്ലേ. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒന്നും ഇത് കൊടുക്കേണ്ട ഒരു ബിസിനസ്മാൻ അല്ലല്ലോ ഞാൻ. സിനിമയിൽ ആർക്കും കൈക്കൂലി കൊടുക്കേണ്ടി വരാറില്ല. ശരി, ഗ്രിഗറി അതില് ദുൽഖറിനോട് ചോദിക്കേണ്ട, നിനക്ക് എന്റെ വിജയകഥ കേട്ടിട്ട് വിഷമയോടാ ചോദിക്കേണ്ട, അതുപോലെ വിഷമമായിട്ടുണ്ടോ? അതിന്റെ ഹ്യൂമർ അല്ലേ, തമാശ മാത്രമല്ലോ. എന്റെ വിജയകഥ കേട്ടിട്ട് ഞാൻ നിന്നെ വിഷമിപ്പിച്ചോ പറഞ്ഞിട്ട്? എനിക്ക് വിജയകഥകൾ കേൾക്കുന്ന സന്തോഷമുള്ളൂ. ഒരാൾ വിജയിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. എപ്പോഴെങ്കിലൊക്കെ ജീവിതത്തിലെ എന്തായാലും ഒരു സംവിധായകനാണല്ലോ, 4 ആളറിയണ മലയാളത്തിലെ വലിയൊരു സംവിധായകനാണ്, എന്നെ അങ്ങോട്ട് ബഹുമാനിക്കുന്നില്ലല്ലോ എന്ന് തോന്നിയ വല്ല വേദിയോ? അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് ഇപ്പൊ തന്നെ ഉള്ള ബഹുമാനം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഒരു ട്രെയിനിൽ കയറുന്നു, നമ്മുടെ ടിക്കറ്റ് ഓക്കെ അല്ല, ഈ TT എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. എന്നെ തീരെ തിരിച്ചറിയാത്ത TT എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അത് മദ്രാസിൽ നിന്ന് വരുമ്പോഴാണ്. അതൊക്കെ ഫേമസ് ആയതിനു ശേഷം സത്യനന്ദിക്കാട് വിക്കിപീഡിയയിൽ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ കിട്ടുന്ന കുറെ പ്രൊഫഷൻ ഉണ്ട്. ആ പ്രൊഫഷനിൽ ഡയറക്ടറെന്നും സ്ക്രിപ്റ്റ് റൈറ്ററെന്നും പാട്ടെഴുത്തുകാരെന്നും കൂടാതെ കൃഷിക്കാരൻ എന്നുകൂടി ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ വിക്കിപീഡിയ നോക്കാറില്ല. ഫാർമർ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം അന്തിക്കാട് എന്ന് പറയുന്ന ഒരു കർഷക ഗ്രാമമാണ്. ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ട് നമുക്ക് നെല്ലും ഒക്കെ ഉണ്ട്. ആ കൃഷി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും എല്ലാ സംഗതികളും അവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പണ്ട് ശ്രീനിവാസൻ അതൊരു പുതുമയായിരുന്നു. ഇപ്പൊ ശ്രീനിവാസൻ എന്നെക്കാൾ എത്രയോ വലിയ ജൈവ കർഷകനായി മാറി. കണ്ടിട്ടുണ്ടോ? പിന്നെ പോയി കാണും. വരുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ചെയ്യും. ഒരു കാറിന്റെ ഡിക്കിൽ മാക്സിമം ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി കൊണ്ടാ വരിക. ശ്രീനിവാസനെ കാണാൻ പോയി. മത്സ്യകൃഷിയുണ്ട്, എല്ലാം ഉണ്ട്. ഇത്തിരി കൂടുതലാണെന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അപ്പൊ ഞാൻ ശ്രീനിവാസന്റെ ഇത്രയ്ക്ക് വേണ്ട. ശ്രീനിവാസന്റെ തന്നെ സിനിമയിൽ പറയുന്നില്ല, ആ മുറിയിലാണെങ്കിൽ നല്ല കാറ്റ് കിട്ടും, എന്നിങ്ങനെയാണെങ്കിൽ ഈ മുറിയിൽ വന്നുള്ളൂ സാർ, എനിക്ക് അത്രയ്ക്ക് കാറ്റ് വേണ്ട എന്ന് പറഞ്ഞ പോലെ ഇത്രയ്ക്ക് ജൈവ കൃഷിയിൽ പോകണ്ട എന്ന് ഞാൻ ശ്രീനിവാസന്റെ അടുത്ത കാലത്ത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം സിനിമ ഉപേക്ഷിക്കാറായിട്ടില്ല. ഞാൻ എവിടെയോ വായിച്ചു ഉടനെ തന്നെ സത്യനന്ദിക്കാട് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് ഉടനെ വരും എന്നൊക്കെ എവിടേക്കോ എഴുതിയൊക്കെ വായിച്ചുള്ളത് തന്നെ. അങ്ങനെ ഞങ്ങളൊരു കുറച്ച് നാളുകളായിട്ടൊരു ആലോചനയുണ്ട്. ശ്രീനിവാസൻ പതുക്കെ മുഴുവൻ കർഷകൻ മാത്രമേ മാറുന്നുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ ശ്രീനോട് പറയുന്ന, ശ്രീനി തിരക്കഥ എഴുതും, നമുക്ക് സ്ക്രിപ്റ്റ് എഴുതും. അപ്പോൾ ഞാനും മോഹൻലാലും ശ്രീനിവാസനും കൂടിയുള്ള ഒരു കോമ്പിനേഷനെ പറ്റി ഞങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിനി ഇതിന്റെ ചെറിയ വിശ്രമത്തിന് ശേഷം ശ്രീനിവാസനായിട്ട്
ആയിട്ട് കണ്ടിട്ട് അത് പെട്ടെന്ന് രൂപപ്പെട്ടാൽ ചിലപ്പോൾ അടുത്ത സിനിമ അതായേക്കാം, പ്രതീക്ഷിക്കാം. അപ്പൊ ഈ കഴിഞ്ഞ 4 മണിക്കൂർ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വലിയ തട്ടലും കേടലും ഇല്ലാണ്ട് ഉത്തരം പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി പറയാനെന്ന് തോന്നിയില്ല. എനിക്കൊരു സംസാരിക്കാൻ എന്റെ മുമ്പിലിരുന്ന് ശാലിനി സംസാരിക്കുന്നു, ഞാൻ ശാലിനിയോട് പറയുന്നു. അത് ഇപ്പൊ സ്പോട്ട് ലൈറ്റിലൂടെ ധാരാളം പേര് കേൾക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട്. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് സിനിമ എടുക്കുമ്പോൾ എങ്ങനെയാണല്ലോ, സിനിമ ഞങ്ങൾ കുറച്ച് പേരുടെ മുമ്പിൽ വെച്ച് ഉണ്ടാക്കപ്പെടുന്ന ഒരു സീക്വൻസുകളാണ്. അത് പിന്നെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുടെ മുമ്പിലേക്കാണ്. അതുകൊണ്ട് അത് അവർക്കും സന്തോഷമായാൽ എനിക്ക് സന്തോഷമായി. ഇതിപ്പോ വർഷത്തിൽ ഒരു തവണ സിനിമ എടുക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത വർഷം കാണാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ അല്ലേ? ഇടയ്ക്കൊക്കെ വരാട്ടോ സ്പോട്ട് ലൈറ്റില്. തീർച്ചയായിട്ടും ഞാൻ വരാം. ഓവറായിട്ട് ആളുകളെ കൊണ്ട് ബോറടിപ്പിക്കാതിരിക്കാനാണ് ഞാൻ പലപ്പോഴും അധികം പ്രോഗ്രാംസിനും പോകാത്തത്. അതുകൊണ്ട്